ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഡ് ബാംഗിൾ ഫുഡ് സ്റ്റോറീസ്. അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം അച്ചിങ്ങ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞു വെക്കേണ്ടത്. അപ്പം 250 ഗ്രാം അച്ചിങ്ങ പയറിന് വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് സവാള തിൻ സ്ലൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, തോരനെക്കാട്ടിയും മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഈ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ചേരുവകളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് 2 മീഡിയം സൈസ് സവാളയാണ്. അത് തിൻ സ്ലൈസായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അതായത് ടോട്ടലി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. ബിക്കോസ് നമ്മളിവിടെ വെള്ളം കുറച്ച് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ മെഴുക്കുവരട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഈ മെഴുക്കുവരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു അടപ്പ് വെച്ച് മൂടി നമുക്കൊരു 11 മിനിറ്റ്സ്, ടോട്ടൽ 11 മിനിറ്റ്സാണ് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുള്ളത്. ആദ്യത്തെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക, എങ്കിലേ വേവത്തുള്ളൂ. 5 മിനിറ്റ് ശേഷം തുറന്നു നോക്കി ഒന്നെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. 5 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 10 മിനിറ്റ് ആകുമ്പം നന്നായി കുക്കായിട്ടുണ്ടാകും. അതിന് ശേഷം അടപ്പ് മാറ്റി 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ വറ്റിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കത് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മെഴുക്ക് വരട്ടി ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിട്ട്, ബാച്ചിലേഴ്സിനായാലും കുക്കിംഗ് ഒട്ടും അറിയാത്തവരാണെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി എല്ലാവരെയും ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കും.